അങ്ങനെ നമ്മുടെ ഹണിമൂണിൻ്റെ സമയമായി. ഇതിങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള ഹണിമൂണൊന്നും അല്ല കേട്ടോ, വേറൊരു ആവശ്യത്തിന് ഡൽഹിയിലോട്ട് വരണതുകൊണ്ട് നമ്മളതൊരു ഹണിമൂണായിട്ടൊക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെ നേരെ കൊച്ചിയിലോട്ട് എത്തി. കൊച്ചി ഫ്ലാറ്റിൽ നമ്മൾ ഊബർ എടുത്ത് എന്നിട്ട് ബഷീർ എയർപോർട്ടിലോട്ട്. മോർണിംഗ് 9 o'clock നമ്മൾ ഫ്ലൈറ്റ് വരുന്നത്. ഒരു ചായ കുടിച്ചിട്ട് ചെക്കിംഗ് പ്രോസസ്സിലോട്ട് കിടക്കാമെന്ന് കരുതിയിട്ടു. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം പോസ്റ്റ് ആവുന്ന എന്തായാലും ഉറപ്പാണ്. സോ നമ്മൾ ചായ എല്ലാം കുടിച്ച് ചെറിയൊരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് ചെക്കിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് കയറി. സൈഡ് സീറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ സൈഡ് സീറ്റിൽ കുറച്ച് ചേച്ചിമാരായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ട്രിപ്പിൻ്റെ കാര്യം കേട്ടപ്പോൾ ശരിക്കും കൊതിയായി. ഗേൾസ് ഓൺലി ട്രിപ്പാണ്. അത് മാത്രമല്ല കസിൻസും കൂടിയാണ്. 3 ഗേൾസ് മാത്രം ഡൽഹി, പഞ്ചാബ്, ജയ്പൂർ അങ്ങനെ ഫുൾ കറങ്ങാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് വരുവാണ്. അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നെ. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. ഡൽഹിയിൽ ഡിസംബറിൽ തണുപ്പുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. കാരണം നട്ടുച്ച 12 മണിക്ക് അടക്കം ജാക്കറ്റ് ഇട്ട് നടക്കേണ്ട അവസ്ഥ. അങ്ങനെ നമ്മൾ നേരെ തമിഴ്നാട് ഗസ്റ്റ് ഹൗസിലാണ് ആദ്യം വന്നത്. പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല, നല്ല തമിഴ്നാടൻ ബിരിയാണിയും കഴിച്ചു. അതിനുശേഷം ഡൽഹിയിലേക്ക് വരേണ്ടി വന്ന ആ ദൗത്യം വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ പോയി. പിന്നെ ഞങ്ങൾ നേരെ പോയത് പഹാഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് പഹാഗഞ്ച് എന്ന് പറയുന്നത്. അവിടെ ചെന്നാൽ നമ്മൾ റൂമിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ശരിക്കും ഞങ്ങൾക്ക് റൂം അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. റൂം നമ്മളെ അന്വേഷിച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അത്രയ്ക്കും ഏജൻസീസ് ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്ത് ലഗേജ് എല്ലാം വെച്ച് ഡൽഹിയിലെ ആദ്യത്തെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. ആദ്യം തന്നെ പോയത് ഇന്ത്യ ഗേറ്റിലോട്ടാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് ഇന്ത്യ ഗേറ്റ് കാണാൻ അടിപൊളിയാണെന്ന് നമ്മൾ കുറേ റിവ്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ ഗേറ്റിലെത്തിയത്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണേണ്ടത് തന്നെയായിരുന്നു. കാരണം തണുപ്പിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ നൈറ്റിൽ എങ്ങനത്തെ രീതിയിലുള്ള തണുപ്പ് ഉണ്ടാവുമെന്ന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഡിസംബറിലെ ആ ഒരു മഞ്ഞും ഈ ഒരു ലൈറ്റും ആംബിയൻസ് എല്ലാം വേറെ ലെവൽ തന്നെയായിരുന്നു. പിന്നെ അവിടെ കുറെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, പേയ്മെന്റ് വെച്ച് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. അന്ന് നൈറ്റാണ് ഡൽഹിയിലെ ഫുഡ് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത്. നാളത്തേക്കുള്ള ടൂർ പാക്കേജ് സെറ്റ് ചെയ്യലായിരുന്നു അടുത്ത പരിപാടി. ഡൽഹിയിൽ നിന്നും ആഗ്രയിലോട്ട് ഡെയിലി മോർണിംഗ് 6 o'clock ടൂറിസ്റ്റ് ബസ്സുകൾ പോകുന്നുണ്ട്. പെർ ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ 600 ആണ് വരുന്നത്. 4 സ്ഥലങ്ങളായിരിക്കും കാണിക്കുക. കൂടാതെ നമുക്കുള്ള ഫുഡിനുള്ള സ്പോട്ടുകളിലൊക്കെ അവർ നിർത്തും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിൽ നിർത്തിയ സമയത്താണ് ദേ മലയാളി എന്നുള്ള ആ ഒരു വികാരം നമുക്ക് വന്നത്. അങ്ങനെ മലയാളി ഫാമിലിയിൽ നമുക്ക് അവിടെ നിന്ന് ആട്ടോ കിട്ടിയേ. അപ്പോൾ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ആഗ്ര ഫോർട്ട് ആയിരുന്നു. അവിടത്തേക്കുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ക്യൂ ആയിരിക്കും. ആദ്യം തന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടാകും. അതിനുശേഷം നമുക്ക് ടൂറിസ്റ്റ് ഗൈഡ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന എൻട്രി പാസ് വെച്ചിട്ട് ഉള്ളിലോട്ട് കയറാവുന്നതാണ്. പിന്നെ ഉള്ളിലോട്ട് കയറുന്നതായിട്ട് 2 പ്രവേശന കവാടം കഴിഞ്ഞിട്ടാണ്. മുഗൾ രാജവംശത്തെ ഒരുപാട് കഥകൾ വിളിച്ചോതുന്ന ഒരു കോട്ട കൂടിയാണല്ലോ ഈ ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു കോട്ടയെ ആസ്പദമാക്കിയിട്ടുള്ള എല്ലാ ചരിത്രങ്ങളും അത്യാവശ്യം തന്നെ അവിടെയുള്ള ഗൈഡുകൾ കവർ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അത് പ്രകാരം ഷാജഹാൻ ചക്രവർത്തി വീട്ടുതടങ്ങളിൽ കിടന്ന മുറിയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ കാണുമ്പോൾ സ്വർണ്ണ കളർ കൊണ്ട് പെയിന്റ് അടിച്ചതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടം വന്നപ്പോൾ അവർ ആ സ്വർണ്ണമൊക്കെ കള്ളക്കടത്ത് നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. ആഗ്ര ഫോർട്ടിലെ അടുത്ത ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീന ബസാർ ആയിരുന്നു. മീന ബസാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയിലെ സ്ത്രീകൾക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കുന്ന കച്ചവട കേന്ദ്രം. അവിടെ സാധനങ്ങൾ മേടിക്കുന്നതും സ്ത്രീകൾ, കച്ചവടം നടത്തുന്നതും സ്ത്രീകൾ തന്നെ. മീന ബസാറിന്റെ ഈ ചുറ്റും കാണുന്ന ഇരുനില കെട്ടിടത്തിൽ നമുക്ക് ഒരുപാട് മുറികൾ കാണാൻ പറ്റും. മുഗൾ രാജവംശകാലത്തെ കോട്ടയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ അവരുടെ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന മുറികളായിരുന്നു ഈ കാണുന്നതൊക്കെ. അന്നത്തെ കാലത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വ്യാപാരികൾ വന്ന സ്ഥലം കൂടിയാണ് ഈ മീന ബസാർ. അങ്ങനെ നമ്മൾ കേൾക്കാത്ത ഒരുപാട് കഥകൾ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇപ്പൊ കോട്ടയ്ക്കുള്ളിലെ ചുമരിലെയും റൂഫിലെയും ഒക്കെ കൊത്തുപണികളും അലങ്കാര പണികളൊക്കെ ശരിക്കും കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയാട്ടോ. ഏകദേശം 12,000-ഓളം വരുന്ന തൊഴിലാളികൾ 8 വർഷം എടുത്തിട്ടാണ് ഈ ഒരു കോട്ടയുടെ പണി കംപ്ലീറ്റ് ആയിട്ട് തീർത്തത്. യുദ്ധകാലങ്ങളൊക്കെ വരുന്ന സമയത്ത് ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാനൊക്കെ ഒരുപാട് മാർഗങ്ങൾ അവർ കോട്ടയ്ക്കുള്ളിൽ തന്നെ പണിതിട്ടുണ്ടായിരുന്നു. പിന്നെ മുഗൾ രാജവംശത്തെ ഒരുപാട് കഥകൾ കേട്ട് ഞങ്ങൾ ഈ കോട്ടയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്നു. ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കാൻ തുടങ്ങിയതോടെ അന്നത്തെ നിർമ്മിതികൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയ ചില സ്ഥലങ്ങളൊക്കെ റെസ്ട്രിക്ഷൻസ് വെച്ചതൊഴിച്ച് ബാക്കിയെല്ലാം ആഗ്ര ഫോർട്ടിൽ നമ്മൾ കണ്ടു. പിന്നെ ലഞ്ചിന്റെ സമയം. ലഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ താലയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 2 റൊട്ടിയും റൈസും ദാൽ കറിയും ഒക്കെയാണ് ഉണ്ടാവുക. അടുത്തത് ദ മോസ്റ്റ് എവൈറ്റഡ് ഡെസ്റ്റിനേഷൻ താജ്മഹൽ. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായ മുംതാസ് മഹലിന് വേണ്ടിയിട്ട് പണിത പ്രണയ സൗധം. പേർഷ്യൻ, ഒട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യകൾ ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് താജ്മഹൽ.
പൂർണ്ണമായും വെണ്ണക്കല്ലിൽ തീർത്ത ഈ ഒരു പ്രണയ സൗധം പണി കഴിപ്പിക്കാൻ ഏകദേശം 22 വർഷത്തോളം എടുത്തു എന്നാണ് കണക്ക്. പിന്നെ ഞങ്ങൾ പോയ സമയം ഏകദേശം ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. താജ്മഹലിന്റെ ഹിസ്റ്ററിയേക്കാൾ കൂടുതൽ അതിന്റെ കൺസ്ട്രക്ഷനെ പറ്റിയാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുഗൾ രാജവംശത്തെ അന്ന് പണിത മിക്ക കെട്ടിടങ്ങളും ചുവന്ന മണൽക്കല്ലുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ ഷാജഹാൻ ചക്രവർത്തി വെണ്ണക്കല്ലും മറ്റ് ചില വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ടുമാണ് താജ്മഹൽ പണിതിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന മിക്ക കെട്ടിടങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ള ഒന്നായിരുന്നു താജ്മഹൽ. ഇപ്പോഴും അതെ, എല്ലാ സൈഡിൽ നിന്നും ഒരുപോലെ കാണാൻ പറ്റുന്ന ഈ ഒരു കെട്ടിടം എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല കേട്ടോ. ഏകദേശം 12 മണിയോടുകൂടി തിരിച്ച് ഡൽഹിയിൽ എത്തുന്നു കരുതിയെങ്കിലും ബ്ലോക്ക് കാരണം പുലർച്ചെ 2 മണിക്കാണ് എത്തിയത്. ആഗ്രായാത്രയിൽ പരിചയപ്പെട്ട മലയാളി ഫാമിലി കൂടെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ കരോൾ ബാഗിലോട്ടാണ് വിട്ടത്. അത്യാവശ്യം വീട്ടുകാർക്ക് വേണ്ട സാധനങ്ങളും ഞങ്ങൾക്ക് അടുത്ത ട്രിപ്പിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കൂടി ഞങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്തു. 2 കൂട്ടർക്കും ഒരുപോലെ തിരക്കുള്ളതുകൊണ്ടാണ് കരോൾ ബാഗ് ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ സരോജിനി മാർക്കറ്റ് ആയിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പിന്റെ അടുത്ത ഡെസ്റ്റിനേഷൻ മണാലിയാണ്. മണാലിയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ.